നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ITR വീഡിയോനെ ബേസ് ചെയ്ത് നമുക്കൊന്നൊരു എൻക്വയറി ആയിരുന്നു. ശരിക്കും ആരൊക്കെയാണ് ടാക്സ് അല്ലെങ്കിൽ ITR ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളത്. സോ നമുക്കിത് വളരെ സിമ്പിളായിട്ട് പറയാം. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ 2 സിസ്റ്റത്തിൻ്റെ ബേസിലാണ് ITR നമ്മൾ ഫയൽ ചെയ്യുന്നത്. ഒന്ന് നമ്മൾ ഓൾഡ് റെജിമേ സിസ്റ്റം എന്ന് പറയും, രണ്ടാമത്തത് ന്യൂ റെജിമേ സിസ്റ്റം എന്ന് പറയും. ഇതിൽ നമ്മൾ ഓൾഡ് റെജിമേ സിസ്റ്റമാണ് ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് ITR ഫയൽ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ 60 വയസ്സിന് താഴെയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ ഇൻകം 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നമ്മൾ നിർബന്ധമായും ITR ഫയൽ ചെയ്യണം. ഇനി അതല്ല 60 വയസ്സിന് മുകളിലാണ്, 80 വയസ്സിന് താഴെയാണ്, അതായത് 60 to 80 വയസ്സിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പ്രായപരിധി വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ 3 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ITR ഫയൽ ചെയ്താൽ മതി. ഇനി 80 വയസ്സിന് മുകളിലുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് ആനുവൽ ഇൻകം വരുന്ന സമയത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ITR ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇതാണ് ഓൾഡ് റെജിമേ സിസ്റ്റം അനുസരിച്ച് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ന്യൂ റെജിമേ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ നമുക്ക് ഒത്തിരി ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മുടെ ഒരു വർഷത്തെ ഇൻകം എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ നിർബന്ധമായും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ITR ഫയൽ ചെയ്തിരിക്കണം. ഇതാണ് ഒരു ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത്, സാലറി അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ബേസ് ചെയ്തിട്ട്. ഇനി ഈ ഇൻകത്തിനെയൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ 2.5 ലക്ഷം 3 ലക്ഷം എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഒക്കെ മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേറെയും കുറച്ച് ക്രൈറ്റീരിയാസ് വരുന്നുണ്ട്. അതായത് നമ്മളൊരു പ്രൊഫഷണലാണ്, നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ടൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു വർഷം 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മൾ ഏൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ITR ഫയൽ ചെയ്യണം. ഇനി അതല്ല, ഒരു വർഷത്തെ നമ്മുടെ ടോട്ടൽ ഇലക്ട്രിസിറ്റി ബിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്നാലോ, ഒരു വർഷം നമ്മൾ ഫോറിൻ ട്രിപ്പിന് വേണ്ടി 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലോ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ITR ഫയൽ ചെയ്യേണ്ടി വരും. നമ്മുടെ ഒരു വർഷത്തെ ടോട്ടൽ സെയിൽസ് ടേൺ ഓവർ 60 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ITR ഫയൽ ചെയ്യേണ്ടി വരും. ഇനി അതുമല്ല, നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ, ഒരു ബാങ്കിലല്ല, നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബേസ് ചെയ്തിരിക്കുന്ന നമ്മുടെ പാൻ നമ്പർ റിലേറ്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ സേവിങ്സ് അക്കൗണ്ടിൽ ഒരു വർഷം 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡെപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ITR ഫയൽ ചെയ്യേണ്ടി വരും. അതല്ല, കറണ്ട് അക്കൗണ്ട് ആണ് അത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വർഷത്തെ ഡിപ്പോസിറ്റ് ലിമിറ്റ് 1 കോടി രൂപയ്ക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ITR ഫയൽ ചെയ്യേണ്ടി വരും. നമുക്ക് ഏതെങ്കിലും ഒരു ഫോറിൻ അസറ്റിൽ നിന്ന് എല്ലാ വർഷവും നമുക്ക് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ITR ഫയൽ ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ITR ഫയൽ ചെയ്യാനുള്ള നമ്മുടെ ബേസിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് കണക്ട് വിത്ത് us.